കണ്ടില്ലേ ഞാൻ നോറ്റുണ്ടാക്കിയ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി പുതിയതായി തളിര് വന്നു. ഞാൻ നട്ടുപിടിപ്പിച്ചത് കണ്ടോ. ഇതുണ്ടാക്കി എങ്ങനെയാണ് ഇത് നട്ട് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റിക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന ഒരു നടീലെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കാലമായി ഭയങ്കരമായിട്ട് ഞാൻ നടന്ന് ചിന്തിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് നടാൻ പോവുക. എന്താണെന്നറിയണ്ടേ? ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വിളവെടുക്കുന്ന യൂട്യൂബ് കണ്ടിട്ട് എനിക്കില്ലല്ലോ ഇതൊന്നും ഒരു ചെടിയെങ്കിലും എനിക്ക് പിടിപ്പിക്കണം എന്ന് ഭയങ്കര കൊതി. അങ്ങനെ ഞാൻ നഴ്സറിയിൽ പോയിട്ട് ഒരു ചെടി വാങ്ങി. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ ഇതൊക്കെ നട്ട് പിടിപ്പിച്ച് തോട്ടം പോലെ ആക്കിന്. അപ്പം ആ മോനും എനിക്ക് 2-3 കട്ടിങ് തന്നു. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മുളപ്പിച്ച് അങ്ങനെ 3 തൈ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നടേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ച് പഠിച്ച് യൂട്യൂബ് നോക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ നടാൻ വരുന്നത്. അത് ആദ്യമായിട്ട് നടുന്നവരാണെങ്കിൽ അവർക്ക് ഉപകാരമാവും. പിന്നെ നട്ട് ഭയങ്കര കൃഷിക്കാരനായ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് കൃഷിക്കാരായ ആളാണെങ്കിൽ എൻ്റെ ഇത് കണ്ടിട്ട് തിരുത്തിയും ചെയ്യാമല്ലോ, നിങ്ങളിങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ഞാൻ നടാൻ പോവുകയാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ എവിടെയാണ് നടുന്നതെന്നറിയോ? പക്ഷേ ഇതിന് നല്ല വെയിൽ വേണം പോലും. വെയിൽ കിട്ടണമെങ്കിൽ എനിക്കിപ്പോൾ മേലെ തട്ടിൽ മാത്രം, വാർപ്പിൻ്റെ മേലെ മാത്രമേ വെയിൽ കിട്ടുന്ന സ്ഥലമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തൊക്കെ പോകണം, അപ്പുറത്തെ തോട്ടത്തിൽ. ഡ്രാഗൺ നടുന്നത് നമ്മളെ കണ്ണുമുമ്പിലാണ് നല്ലത്. അങ്ങനെ ഞാൻ വാർപ്പിൻ്റെ മേലെയാണ് ഞാൻ വീടിൻ്റെ വെക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര വെയിൽ നോക്കി നമുക്ക് ഈ നടൽ കഴിയില്ല. വെയിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നീണ്ടുപോകുക ദിവസം. അങ്ങനെ ഞാൻ അകത്ത് വെച്ചാൽ നടുന്നത്. എന്നിട്ട് എടുത്ത് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കും. അപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നത് എവിടെയെന്നു എന്തൊക്കെ കൊണ്ടുവച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. നവീൻ, ഞാൻ നടുന്നത് നിലത്തല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് നടുന്നത്. ഇത് എന്തോ എനിക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ പാത്രം. അവരെന്തോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അവരുടെ അടുത്ത് കുറേ പാത്രം ഉണ്ടായി. ഇതോ മേൽഭാഗം കട്ട് ചെയ്തത് ഞാൻ അലക്കാൻ എടുക്കലേ. ഇനിയിപ്പം എനിക്ക് തോന്നി ഇത് നമുക്ക് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഡ്രാഗൺ ഇത്രയും വലുതിൽ നടാന്ന് വിചാരിച്ച് ഞാൻ ഇതായിട്ട് ഇതിൻ്റെ എന്തിനാണെന്നറിയാം, ഞാൻ വായിച്ചു. പിന്നെ ടൊമാറ്റോ സ്ക്വാഷിൻ്റെതാ. അത് ഭയങ്കര വലിയ ബേക്കറിയാണ് എടുത്തത്, ഉഷാറിലുണ്ടാവും. അങ്ങനെ ഇത് എടുത്തുവെച്ചു. എൻ്റെ തൈ 3 തൈ. ഒന്ന് ഞാൻ പറഞ്ഞ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. ഇത് എനിക്കിങ്ങനെ ഒരു പൊട്ട് തന്നത്. ഞാൻ വേര് പിടിപ്പിച്ചിട്ട് അതിന്മേൽ ഇങ്ങനെ കമ്പ് വന്ന് ഇത് കൂടിപ്പോയി, സമയം തെറ്റിപ്പോയൊന്നും അറിയുന്നില്ല. ഞാനിപ്പം നടാൻ വിചാരിച്ചത്. പിന്നെ എന്തെല്ലാം സാധനങ്ങൾ ഒരുക്കിയെന്നറിയോ? കുറേ കരിയില, ചാക്ക് നിറച്ച് കരിയിലയാണ്. പിന്നെ അടിയിൽ നല്ലോണം വെള്ളം വാർന്ന് പോകണം പോലും ഇതിന്. അപ്പോൾ ഞാൻ ചകിരി കൊണ്ടുവന്നു. അടിയിൽ ചകിരി വെച്ച വെള്ളം വാർന്ന് പോയിക്കോട്ടെ, പിന്നെ ഹോൾസ് അടഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ഞാൻ ഒരിക്കലും ഇടാത്തൊരു സംഭവമാണ് ഇത് പിന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും. അത് ഇതിനിടണം പോലും. അപ്പം ഞാൻ സാധാരണ എൻ്റെ ചെടിക്കൊക്കെ കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ടില്ല ഉണ്ടാക്കൽ. അപ്പം ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങി. കാരണം എന്താണെന്നറിയാം, അവർ പറഞ്ഞ് പഠിപ്പിച്ച് അതുപോലെ ചെയ്യുക. അപ്പം ഇതും എടുത്തുവെച്ചു. പിന്നെ കുറേ ചീമക്കൊന്ന, അത് പിന്നെ എനിക്ക് നിർബന്ധമാണ്. പിന്നെ എൻ്റെ കരിയില കമ്പോസ്റ്റ്, മണ്ണ്, കുറച്ച് മണൽ വേണമെന്ന് പറഞ്ഞു. മണൽ കൊണ്ട് ചിരുന്ന് കുറച്ച് മണലും ആ പറഞ്ഞ എല്ലാ സാധനവും നിരത്തി വെച്ചു. ഇനി ഞാൻ തുടങ്ങട്ടെ കേട്ടോ, ബിസ്മിൻ ചൊല്ലി അങ്ങ് തുടങ്ങട്ടെ. എൻ്റെ ഡ്രാഗൺ അങ്ങനെ അത് മാത്രം ഇല്ലാണ്ടാവാൻ പറ്റില്ലല്ലോ. നമ്മളൊരു വീടാകുമ്പോൾ എല്ലാം നമുക്ക് വേണം, എല്ലാം ഓരോന്നെങ്കിലും വേണം. വ്യാവസായിക അടിസ്ഥാനമൊന്നും വേണ്ട, ഒന്നെങ്കിലും വേണം. അങ്ങനെ ഞാൻ തുടങ്ങട്ടെ കേട്ടോ. ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ. അധികം കുനിഞ്ഞ് പണിയെടുക്കൂല, അതുകൊണ്ട് സ്റ്റൂളിൻ്റെ വില കയറ്റി വെച്ചതാ. ഇനി ഫസ്റ്റ് തന്നെ ഹോൾസ് അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അടഞ്ഞു പോയാൽ ഇത് അത്രയ്ക്കും നമ്മൾ ഓമനിച്ചുണ്ടാക്കുന്നതാണല്ലോ. അതുകൊണ്ട് ചകിരി ഇടട്ടെ. ചകിരി ഇട്ടാൽ ഹോൾസ് അടഞ്ഞു പോകൂല. ഹോൾസ് അടഞ്ഞു പോയാൽ നമ്മൾ നനക്കുന്ന വെള്ളമൊക്കെ കെട്ടിക്കെടുക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ചെടീൻ്റെ വേരെല്ലാം ചീഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിട്ട് ഫസ്റ്റ് തന്നെ കരിയിലൊക്കെ മുകളിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഗ്ലൗസ് ഇട്ടുകൊണ്ട് ധൈര്യത്തിലെടുക്കുക. കരിയില
ഈ കരിയിലൊന്നും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണൂല. ഇത് നല്ല പിന്നെ മണ്ണായി മാറിയിട്ടുണ്ടാവും. പിന്നെ മണ്ണിന് മണ്ണ് സോഫ്റ്റ് ആയിരിക്കും, പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറച്ചില്ലെങ്കിൽ സോഫ്റ്റ് ആണെങ്കിൽ നമ്മളെ ഡ്രാഗണിൻ്റെ വേരെല്ലോടത്ത് ഓടിയിട്ട് ജലവും ലവണങ്ങളും വലിച്ച് ചെടിക്ക് കൊടുത്തോളൂ. ഇനി അടുത്ത് ഞാൻ കുറച്ച് മണ്ണിടട്ടെ, കുറച്ചേ ഇടുന്നുള്ളൂ മണ്ണ് ഇടും, കുറേ ഇടും, പിന്നെ ഇടും. ഈ ഡ്രാഗൺ ഉണ്ടല്ലോ നല്ല ഔഷധ ഗുണമുള്ള ഒന്നാ. പക്ഷെ ഞാൻ ഔഷധ ഗുണം നോക്കി അല്ല കേട്ടോ ഞാനിത് നടുന്നത്. എൻ്റെ കൊതി ചെടീൻ്റെ ആ ഭംഗിയുണ്ടാ. ഔഷധ ഗുണം നിന്നോട്ടെ, ഹൃദയാരോഗ്യം കിട്ടും, പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഷുഗറുള്ളവർക്കും പ്രഷറുള്ളവർക്കും ഇത് കഴിക്കാം. ദഹന സംബന്ധമായ സുഖമാവും, എല്ലാം കൊണ്ട് ഇത് നല്ലതാണ്. ഞാൻ മണ്ണിട്ട് കുറച്ച്. ഇനി ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഇടട്ടെ. അടുത്ത് ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റ് പൊട്ടി മിക്സ് എല്ലാം കൂടെ കലർത്തി നല്ല കുറച്ച് ഇടട്ടെ. ഇനി അടുത്തത് നമ്മുടെ ശീമക്കൊന്ന എന്ന് പറഞ്ഞാൽ നല്ലൊരു ജൈവവളമാണ്, അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയും കൂടിയാണ്. ഇതും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേരൊന്നും ചീഞ്ഞു പോകില്ല. ഒന്നിനും കൂടി ഇന്ന് ഇതിൻ്റെ മരുന്നുണ്ടാക്കുന്നതൊക്കെ ഉണ്ട്, എല്ലാം ഇട്ട് നിറക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നടാൻ പറ്റിയ മാസമാണ് പോലും മെയ് തൊട്ടിട്ട് ജൂൺ ജൂലൈ. അങ്ങനെ കനത്ത മഴ നല്ല വെയിൽ ആ സമയത്ത് നടുന്നത് നല്ലതല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഡ്രാഗൺ പല കളറിലുണ്ട്, ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞുണ്ട്, അങ്ങനെ പല കളറിലുണ്ട് പോലും. ഞാൻ കണ്ടത് ചുവപ്പ് മാത്രമാണ് ഒരു പറയുന്നത് കേട്ടാ. ഇനി അടുത്തത് ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ചില മണ്ണില്ലേ നനച്ചാൽ അത് കട്ട പിടിച്ച് നിൽക്കും. അങ്ങനത്തെ മണ്ണാകുമ്പോൾ അതിൽ മണലിടുന്നത് നല്ലതാണ്. എനിക്ക് തോന്നുന്നത് ഈ മണ്ണ് അങ്ങനെയാണോ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം ഞാനതിൽ കുറച്ച് മണൽ കൊണ്ടുവന്നതാണ്. മണൽ എനിക്ക് കിട്ടിയ എങ്ങനെയാണെന്നറിയോ, റോട്ടുമിലോട്ട് ഒലിച്ച് പോകുമ്പോൾ നല്ല മഴയായിരുന്നു. ഒലിച്ച് പോകുമ്പോൾ സൈഡിലൊക്കെ മണൽ ഇങ്ങനെ കൂടി കിടക്കുന്നു. അപ്പം ഞാൻ അതിങ്ങോട്ട് എടുത്ത് ഒന്ന് കോരിയും കൊണ്ടുവന്നാ. അല്ലാതെ മണൽ എന്താ നല്ല മണൽ കണ്ടോ, നല്ല മണൽ. അന്നെ വെയിറ്റാട്ടോ അത്. മണ്ണും ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയാട്ടെ, കട്ട പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. കുറച്ച് മതി. ഞാനേ കുറച്ച് വേപ്പും പിണ്ണാക്കും പിന്നെ എല്ലുപൊടിയും കുറച്ചിടട്ടെ. അവർ പറഞ്ഞ കുറച്ചാ, അതും ഇട്ട്. ഇതിലിപ്പോൾ എല്ലാ സംഭവങ്ങളും ആയി. ഈ വേപ്പും പിണ്ണാക്ക് ഇട്ടാൽ പിന്നെ അഴുകൂരാന്ന്, പെട്ടെന്ന് വളർച്ച കിട്ടുകയും ചെയ്യും, വേര് ചീഞ്ഞ് പോകൂരാന്നൊക്കെ പറഞ്ഞ്. അതും ഇട്ട്, അത്രേ ഇടുന്നുള്ളൂ. ഈ ഡ്രാഗണിന് സാധാരണ നിലത്ത് നടുന്നവർ ഒരു കമ്പ് ഇങ്ങനെ അതിൻ്റെ താഴെയാണ് നടുന്നത്. എനിക്കാണെങ്കിൽ സൗകര്യമുള്ളത് എങ്ങനെയെന്നറിയോ, ഞാൻ വെച്ചതിൻ്റെ താഴോട്ട് ഇറക്കാം. ആ ഇറക്കത്തിലേക്ക് ഞാൻ ഇവിടെ അങ്ങ് നട്ട് കഴിഞ്ഞ് ഇതിൽ കൂടെ കയറിയിട്ട് ആ ഇറക്കത്തിലേക്ക് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ആ സൗകര്യത്തിനാണ് ഞാൻ ഒരു പൈപ്പിൻ്റെ മേലെതാ ഇതൊക്കെ ഇവിടെ പഴയത് പണിയെടുത്തതിൻ്റെ ബാലൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ഐഡിയ തോന്നിയത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന്. പൈപ്പ് പിന്നെ ഇവിടെ ബാക്കിയുണ്ട്. അപ്പം ഇതിവിടെ അമർത്തി വെച്ചു ഞാൻ കേട്ടോ. അത് ഞാൻ മറന്നു പോയിരുന്നു. ഞാനിപ്പോൾ അത് വേഗം ചെയ്തതാ. ഇതൊന്നും ഡ്രാഗണൊന്നും നട്ട് ശീലമല്ലല്ലോ, പച്ചക്കറി നട്ടല്ലേ ശീലമുള്ളൂ. ഡ്രാഗൺ ആദ്യമായിട്ടല്ലേ. ഇപ്പം ഞാൻ ഇതിവിടെ ഇറക്കി വെച്ചു കേട്ടോ. ഇനി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പരന്ന് താഴോട്ട് ഇറങ്ങുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എവിടെ ഇത് വെക്കുന്നത് എന്നുള്ളത്. ഇതിവിടെ ഇപ്പം തൽക്കാലം വെയിലുള്ളാണ്ടാക്കുന്ന സ്ഥലത്ത് ഇറക്കി വന്നതാ ഞങ്ങൾ. നടാൻ പോവുക കേട്ടോ. നടുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മണ്ണിടണം. പിന്നെ നമ്മൾ ആ തൈ മണ്ണിലാണ് ഉള്ളത്. ഇപ്പം ഇതിൽ എന്തൊക്കെ ഇട്ട് പൊട്ടി മിക്സ് എന്തെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇത് VIP ചെടിയാട്ടോ. ഇതിനെ പോറ്റുന്നത് നമ്മൾ പൊന്നു പോലെയാ, ഭയങ്കര കുട്ടികളെ പോറ്റും പോലെ പോറ്റുന്നത്. അടിപൊളി.
ഇതാ ഞാൻ നടാൻ പോവട്ടെ. എൻ്റെ തൈ ഇതാ. പണ്ട് ഇവിടെ എല്ലാവരും ഒരു വാനില നടലുണ്ടായിരുന്നു. യോ റബ്ബേ, വാനില എല്ലാവരും വാനില ഭയങ്കര ലക്ഷങ്ങൾ വിലയൊക്കെ പറഞ്ഞിനി. കാവൽ നിൽക്കുന്നു വാനിലേൻ്റെ ചോട്ടിൽ ആൾക്കാർ. അങ്ങനെയുള്ളൊരു സമയം ഉണ്ടായി. അതിന് പ്രൂണിങ് ചെയ്യാൻ കഴിയായിട്ട് പരാഗണം നടത്താൻ കഴിയാതെ എന്തോ ആയിട്ട് അതിപ്പം ഇല്ല. അതിപ്പം ഇവിടെ എവിടെ കാണുന്നില്ല. പക്ഷെ ഭയങ്കര മണമല്ല, സ്മെല്ലാട്ടോ വാനില. ഇപ്പോൾ അതുപോലെ ഇത് പിന്നെ കായ്ഫലം കിട്ടുന്നതാ. അതുകൊണ്ട് നമുക്ക് തിന്നുന്നതാണല്ലോ, സൂപ്പറായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഇങ്ങനെ കമഴ്ത്തട്ടെ കേട്ടോ. സമയം തെറ്റിയതാണോ എന്താ അറിയില്ല. ഇതാണ് സംഭവം. വെക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ ആഗ്രഹം പോലെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാവട്ടെ, പരാജയപ്പെടാണ്ടക്കട്ടെ. അത്രക്കും ഞാൻ ആഗ്രഹിച്ചതാ. ഇതെന്താ കള ചെയ്യുക? ഇതിങ്ങനെ വെക്കാനാ? ഇങ്ങനെ വെക്കട്ടെ അല്ലേ. ഇത് മെല്ലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം അല്ലേ. ഇനി ഒന്നും കൂടി വെക്കാം, ഒന്നും കൂടി ഉണ്ട് എനിക്ക്. വെക്കട്ടെ. അങ്ങനെ രണ്ടാമത്തതും അങ്ങനെ വിജയകരമായിട്ട് ഞാൻ രണ്ടാമത്തതും നട്ടു. ഇതെനിക്ക് മേലെ കുത്തനെ നിർത്താൻ പേടിയാവുക. അതിന് ഞാൻ നോക്കട്ടെ എങ്ങനെ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഞാൻ ഇടയിലൊക്കെ നിറച്ച് ഇതെല്ലാം ഇടട്ടെ കേട്ടോ. ഏതെന്നറിയോ? എൻ്റെ കരിയിലിടട്ടെ. ഇതിനാവശ്യമുള്ള എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ സമയാസമയങ്ങളിൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ നെറ്റ് നോക്കിയിട്ട് ഞാനിതിന് കൊടുക്കും. ഇനി അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ളവരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് വിളവെടുക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അവർ ഇതിനെക്കുറിച്ചൊന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാനിത് എന്നെ പഠിപ്പിച്ച ആൾ അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് എന്നെ പോലെ പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കിതൊരു ഉപകാരം ആയിക്കോട്ടെ. പഴയ ആൾക്കാർ അവർ ചിലപ്പോൾ അതൊക്കെ ഒരു തമാശയായിരിക്കും. ഇതിൻ്റെ ഒരു കട്ടിങ്സ് കൊണ്ടുപോയി നട്ടിട്ട് അത് ഇത്ര ഉണ്ടായത് ഉഷാറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ നടീൽ രീതി? ഇനി ഞാൻ ഇത് വെക്കുന്ന സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. മേൽഭാഗത്ത് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുത്താട്ടെ. ഇത്രയും ഹൈറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിരിക്കുന്നുണ്ടാവില്ലേ? ഞാൻ എവിടെയാണ് വെക്കുന്നത് ആ സ്ഥലം കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇത്ര മതി നിങ്ങൾ പറയൂ. ഞാൻ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ആ സ്ഥാനത്ത് നട്ട് കഴിഞ്ഞു. ഞാൻ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലതാ ഇവിടെയാ. ഇത് സിറ്റ് ഔട്ടാണ്, ഞങ്ങളെ മുകളിലെ ബാൽക്കണി. ഇതിവിടെ ഈ വീടുണ്ടാക്കിയിട്ട് ഇപ്പോൾ 20 വർഷമൊക്കെ കഴിഞ്ഞ് ഇന്നേ വരെ ഈ ബാൽക്കണിയിൽ ആരും വന്ന് ഞാൻ കണ്ടില്ല. ഞാനല്ലാണ്ട് ആരും ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ പൈസ കൊടുത്ത് ഈ സ്ഥലം വെറുതെ കളയുന്നത്, നല്ല വെയിലും. അപ്പം ഞാൻ ഡ്രാഗൺ നടട്ടെ എന്ന് അവസാന ബോധോദയം ഉണ്ടായത്. അങ്ങനെ ഇതിൻ്റെ മേലെയാണ് വെക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മേലെയാണ് വെക്കുന്നത്. ഇതിലാണ് വെക്കുന്നത്. കാരണം എന്താണെന്നറിയോ? എനിക്കും ഇങ്ങോട്ടൊന്നും ആവണ്ട. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ അങ്ങ് വെക്കും. എന്നിട്ട് ഇങ്ങനെ വലുതായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിയോളൂ. ഈ താഴോട്ട് ഇങ്ങനെ ഇറങ്ങട്ടെ. ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. എൻ്റെ പൂക്കൾ നോക്കി, രണ്ടാമതുണ്ട് അതിൻ്റെ ഇടയിലൊരു പൂക്കളും. സീരിയസ് പറയുമ്പോൾ പിന്നെ ഇത്രയും ആഴത്തിലേക്ക് താഴോട്ട് ഇറങ്ങിക്കോളൂ. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, അല്ലാതെ എനിക്ക് സ്ഥലം വെയിലുള്ളുന്നില്ല. ഇതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ കൊണ്ടുവെക്കട്ടെ കേട്ടോ. അങ്ങനെ ചെടി വെച്ച് കഴിഞ്ഞു. എൻ്റെ ഡ്രാഗണ് ഇതുപോലെ വലിപ്പം നല്ല ഇഷ്ടം പോലെ കൊള്ളു. പിന്നെ ഇതിൻ്റെ ആഴം നോക്കി താഴോട്ട് ഇങ്ങ് തൂങ്ങിയോട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താഴെ ഇറങ്ങിയിട്ട് മേലെ പിടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഡ്രാഗൺ. ഇനി ഒരു ചെടിയൂടി ഉണ്ട്. അത് ഞാൻ വിചാരിച്ച് അതും ഒരു പാത്രത്തിലാക്കി ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് തൂങ്ങിക്കോട്ടെ. നല്ല വെയിലും കിട്ടും. ഇതിന് ഒരു ദിവസത്തെ ഫുൾ വെയിൽ ഇതിന് കിട്ടണം പോലും, എന്നാലേ ഇതിന് പൂവിട്ടുള്ളൂ കായ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞ് തന്നത്. ഇപ്പം വെയിലുള്ള ഭാഗം ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവിടെ കണ്ടുള്ളൂ. ഇതെങ്ങനെയുണ്ട് ഈ ഐഡിയ? എങ്ങനെയുണ്ട്? ഞാൻ സിറ്റ് ഔട്ട് വേണ്ടാതെ ഒഴിവാക്കിയിട്ട് പിന്നെ ബാൽക്കണി ഇതിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ ഒന്നും കൂടി വെക്കട്ടെ. ഇത് രണ്ടാമത്തെ ചട്ടിയിൽ കേട്ടോ. രണ്ടാമത്തെ ചട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന തയ്യാണിത്. ഇത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട്
കുറച്ച് വലിപ്പാക്കിയതിന് ശേഷം എല്ലാം വളം ഇട്ടാണ് അതിൽ. പക്ഷെ നമുക്ക് കരിയില തന്നെ കേട്ടോ, എനിക്ക് തോന്നുന്നത് പവർഫുൾ കരിയില തന്നെയാണ് എന്നാ. ഇങ്ങനെ ഇട്ട് ഇനി കുറച്ച് മണ്ണിട്ട് ഇതിന് ഞാൻ നടുവിൽ ഒരു ഇങ്ങനെ തൂണ് ഇല്ല കേട്ടോ. ഇതിനപ്പാടാ പ്ലാസ്റ്റിക് എടുത്ത് കളയണം. പ്ലാസ്റ്റിക് മിഠായിത്തോടൊക്കെ റോട്ടുമെന്നൊക്കെ അടിച്ച് വാരിയിട്ട് മിഠായിത്തോടൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടാട്ടെ. എൻ്റെ മണ്ണൊക്കെ എനിക്കിവിടെ മണ്ണില്ലാത്തത് കൊണ്ട് ടിപ്പറിൽ മണ്ണടിച്ചത് എല്ലാத்தைയും നല്ല സുഖമായിട്ട് വാരിക്കൊണ്ടുവരാം. ആദ്യം ഞാൻ കുടുങ്ങലേ ഇങ്ങനെ ഞാൻ ഇന്ന് 2 പാത്രത്തിൽ ഡ്രാഗൺ നട്ട്. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ കേട്ടോ. എന്നോട് ഓരോരുത്തർ ചോദിക്കും നിങ്ങളെ പൂബോൾ എന്തായി, നിങ്ങളെ പൊതിന കുപ്പിയിൽ നട്ടത് എന്തായി. അതൊക്കെ താഴെയുള്ളു, കാണിക്കണമെങ്കിൽ താഴെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒക്കെ ഉഷാറായിന്. ഇനി ഇത് ഞാൻ പുറത്ത് വെക്കട്ടെ കേട്ടോ. ഇനി ഇത് പുറത്ത് കൊണ്ടുവെക്കുക. പുറത്ത് വെക്കുമ്പേ നമുക്ക് അടിയിൽ തട്ടൊക്കെ വേണം, അല്ലാതെ നമ്മൾ പഴയതുപോലെ മണ്ണാക്കാൻ പറ്റൂല. ഇതെങ്ങനെ അങ്ങ് വെച്ചാൽ പിന്നെ അതിങ്ങനെ അങ്ങോട്ട് ആക്കും ഞാൻ. അങ്ങനെ വളർന്നോട്ടെ. ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് പേടിയാകുക, പൊട്ടുമോ എന്നുള്ളൊരു പേടി. ഇനി അങ്ങനെ വളർന്നോളൂ. ഇതെൻ്റെ നിറച്ച് മുള്ള. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് 2 ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ആഗ്രഹം പോലെ ഞാൻ നട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ എന്താവുന്നൊന്നും അറിയില്ല. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ. അഭിപ്രായം പറയണേ. ഇങ്ങനെയല്ലേ, അങ്ങനെയാണ്, നന്നായിരുന്നു, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എല്ലാം നിങ്ങൾ പറയണേ. ഞാൻ എല്ലാം സ്വീകരിക്കും, അതുപോലെ ഞാൻ ചെയ്യും. നിങ്ങളാണ് എൻ്റെ എല്ലാ ചെടികളെ പേര് പഠിപ്പിച്ചു തന്നത്, നടുന്ന രീതി പഠിപ്പിച്ചു തന്നത് എല്ലാം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ആദ്യമായിട്ടുള്ളതായത് കൊണ്ടാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഡ്രാഗൻ്റെ തൈ കിട്ടിയതും ഒരു തൈ ഞാൻ വാങ്ങിയതും നട്ടതും പോട്ടി മിക്സും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രചോദനം ആയിക്കോട്ടെ, അതുപോലെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിശദമായിട്ട് 2 ഞങ്ങൾ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.